വേമ്പനാട് കായലിന്റെ സൗന്ദര്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ അവിടേക്ക് പോയത് മറ്റൊരു കാര്യം കാണിക്കാനാണ്. മത്സ്യസമ്പത്ത് കുറഞ്ഞതോടെ കുമരകം അടക്കമുള്ള മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. പേരുകേട്ട വേമ്പനാട്ട് കായലിൽ ഒരു കരിമീൻ പോലും കിട്ടാത്ത അവസ്ഥയാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് കുമരകത്ത് വേമ്പനാട്ട് കായലിനെ ആശ്രയിച്ചു കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവർ അനുഭവിക്കുന്ന ദുരിതം കുറച്ചൊന്നുമല്ല. ആവശ്യത്തിന് മത്സ്യം ലഭിക്കാതെ വന്നതോടെ പലരുടെയും കുടുംബങ്ങൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായി. അതിൻ്റെ നേർക്കാഴ്ചയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മലിനീകരണം വർദ്ധിച്ചതും അനധികൃത മത്സ്യബന്ധനവുമാണ് വേമ്പനാട്ട് കായലിലെ മത്സ്യസമ്പത്തിന് തിരിച്ചടിയായത്. ഒപ്പം പോളശല്യവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇതിനൊരു പരിഹാരം കാണണമെന്ന് മത്സ്യത്തൊഴിലാളികൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അതായത് വേമ്പനാട്ട് കായൽ കഴിഞ്ഞ 2 കൊല്ലത്തിനെ അപേക്ഷിച്ചോളം ഈ കൊല്ലം വളരെ ദുർബലമായ ഒരവസ്ഥയാണ്. മത്സ്യത്തൊഴിലാളിക്ക് 1 രൂപയുടെ മാർഗ്ഗമില്ലാത്തൊരവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകാം. ഒരു 6-7 മാസമായിട്ട് മത്സ്യത്തൊഴിലാളിക്ക് ഒരു 500 രൂപ കാശ് കിട്ടാനുള്ള സാഹചര്യം ഇന്ന് വേമ്പനാട്ട് കായലിലില്ല. പക്ഷേ അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് കൃത്യമായ രീതിയിൽ ഷട്ടർ തുറക്കുകയും ഊരുവെള്ളം അല്ല ഉപ്പുവെള്ളം നമ്മുടെ വേമ്പനാട്ട് കായലിൽ കയറുകയും ഒരു 2 മാസത്തോളം നമുക്ക് ഉപ്പുവെള്ളം നല്ല ഉപ്പുവെള്ളം നമ്മുടെ വേമ്പനാട്ട് കായലിൽ കിട്ടി. ഈ ഉപ്പുവെള്ളം കയറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ ഉൾനാടൻ പ്രദേശത്തുള്ള ജലാശയങ്ങളെല്ലാം മലിനീകരണമായി കിടക്കുന്ന ജലാശയങ്ങളെല്ലാം ശുദ്ധമാവുകയും മത്സ്യക്കുഞ്ഞുങ്ങൾ യഥേഷ്ടം മത്സ്യം പ്രജനനം നടത്താനും ഇത് വളരാനുള്ള സാഹചര്യവും ഈ വേമ്പനാട്ട് കായലിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉണ്ടാകും. പക്ഷേ ഈ ഓരുവെള്ളം കയറാതെ വരുമ്പം വേമ്പനാട്ട് കായൽ അതീവ ദുഷ്കരമായ രീതിയിൽ മലിനീകരണമായി മാറുകയാണ്. ഇത് ഇപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ വേമ്പനാട്ട് കായലിലെ അടിത്തട്ട് ഈ ഒരു 3-4 മാസങ്ങളായിട്ട് അടിത്തട്ട് തെളിയുന്നില്ല. ഇതിനു മുമ്പ് ഇതൊരു സംഭവം ഉണ്ടായിട്ടില്ല. അടിത്തട്ട് കണ്ടമാനം കലങ്ങി കിടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമരകം ചന്തക്കവലയിലാണ്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ കൂടി ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ചോദിക്കാം. എന്താണ് ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത്? ആവശ്യത്തിന് മീൻ ലഭിക്കുന്നില്ലേ? മീനില്ല. ഒരു 6 മാസമായിട്ട് മത്സ്യത്തൊഴിലാളിക്ക് ഒരു 500 രൂപയുടെ മാർഗ്ഗമില്ല. പിന്നെ ഈ വലിക്കാരെ കൊണ്ടും ദോഷങ്ങളുണ്ട്. പെരുവലക്കാർ ഒരു വിരൽ കയറാത്ത വലയായിട്ട് 20 മില്ലി താഴെ കൊണ്ടുപോകാൻ നിയമമില്ല. അതൊക്കെ ഉപയോഗിക്കുന്നവരിവിടെയുണ്ട്. അതിൽ നിന്ന് ഒത്തിരി ഈ ഓട്ടമീൻ അതിനകത്ത് കിട്ടാൻ മാർഗ്ഗം കുറവുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്നത് കുമരകത്തെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ്. വേമ്പനാട്ട് കായലിൽ നിന്നും പിടിക്കുന്ന മത്സ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഔട്ട്ലെറ്റിലും ആവശ്യത്തിന് മത്സ്യങ്ങൾ ഇല്ലാതായ അവസ്ഥയുണ്ട്. നമുക്കിവിടെയുള്ളവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ ആവശ്യത്തിന് മത്സ്യം ഇവിടെ കിട്ടുന്നില്ല. ഒരു 6 മാസമായിട്ട് തീരെ കുറവാണ്. കഴിഞ്ഞ വർഷത്തെക്കാളിലൊക്കെ ഒരു 4-1 മീൻ പോലും ഇത്തോടെ വരുന്നില്ല. ഇല്ല, അത് പിന്നെ പരിസ്ഥിതിയുടെ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അടക്കം കൊല്ലി വല അങ്ങനെയുള്ള വലകളിലൊക്കെ ഈ മുട്ട വരെ വലിച്ചുകൊണ്ട് പോവുക, അത് നശിക്കുക. അതിൻ്റെ ഒരു കാരണമാണെന്നാണ് പറയപ്പെടുന്നത്.
ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങാറില്ല. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വന്ന്, ഇത് നമ്മുടെ സുഹൃത്താണ്, ഇവിടുത്തുകാരനാണ്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വന്ന് പിടിക്കും, പുള്ളി ഞങ്ങൾ പിടിച്ചേരും. അങ്ങനെ വന്നാ രാവിലെ വന്നാ. മുൻപ് വന്നതിനെക്കാട്ട് ഇപ്പം മീൻ കുറവുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. കുറവുണ്ട്. കരിമീനൊക്കെ നല്ല തീർത്തും കുറവാണ്. ഇപ്പൊ ഇത് സിലോപ്പിയയും കുറച്ച് ആറ്റുവാളയൊക്കെ ഉള്ളൂ. വേമ്പനാട്ടുകായലിൽ സ്വാഭാവികമായി വളരുന്ന കരിമീനാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. എന്നാൽ പേരിന് പോലും ഇപ്പോൾ ഇവിടെ നിന്നും കരിമീൻ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കരിമീനാണ് ഈ നാട്ടിൽ സുലഭമായി കിട്ടുന്നത്. അത് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ വളരെയധികം പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട്. മത്സ്യസമ്പത്ത് കുറഞ്ഞതോടെ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി പഞ്ചായത്തടക്കം കൊണ്ടുവന്നു. എന്നാൽ അത് എല്ലാ വർഷവും തുടർന്നു പോകാൻ സാധിക്കാത്തതും ബുദ്ധിമുട്ടാക്കി. KB ബിന്ദു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് നമ്മളിവിടെ വേമ്പനാട്ടുകായലിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കും. അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ചു. ആ മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ചപ്പോൾ വേമ്പനാട്ടുകായലുണ്ടായിരുന്നു. കാരണം വേമ്പനാട്ടുകായലിലെ വെള്ളത്തിൽ ഒരു ഉണ്ടായിരുന്നു, ഉപ്പുവെള്ളം ഉണ്ടായിരുന്നു. ഉപ്പുവെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നുകൊണ്ട് ഇടുന്ന കുഞ്ഞുങ്ങൾ വളരാനുള്ള സാഹചര്യവും വേമ്പനാട്ടുകായലുണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് വേമ്പനാട്ടുകായലിലെ കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കുന്ന കുഞ്ഞുങ്ങൾ വളരുമെന്ന് പോലും പ്രതീക്ഷയില്ല. കാരണം വേമ്പനാട്ടുകായൽ സ്വാഭാവികമായിട്ട് പ്രചരണം നടത്തുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ പോലും വളരാനുള്ള സാഹചര്യം ഇന്ന് വേമ്പനാട്ടുകായലിലില്ല. മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നമായി ഇതിനെ കാണാൻ കഴിയില്ല. കാരണം ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റം വേമ്പനാട്ടുകായലിനെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശാശ്വത പരിഹാരം ആവശ്യമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.